നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അർജന്റീനയുടെ മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ വീണ്ടും അവതാളത്തിലായിരിക്കുന്നു. ആദ്യം അർജന്റീന ഈ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരുന്നത് ചൈനയിലായിരുന്നു. ഒഫീഷ്യലായിട്ട് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. എതിരാളികളായിട്ട് ഐവറി കോസ്റ്റും നൈജീരിയയും, അതായത് ആഫ്രിക്കൻ കപ്പ് ഓഫ് നേഷൻസിൻ്റെ ഫൈനൽ കളിച്ച രണ്ട് ടീമുകൾ അർജന്റീനയ്ക്കെതിരെ ഏറ്റുമുട്ടുന്നു. എല്ലാവരും ആവേശത്തിലായിരുന്നു. ആ ഘട്ടത്തിലാണ് ചൈന ഈ മത്സരങ്ങൾ ക്യാൻസൽ ചെയ്തത്. പിന്നീട് മത്സരങ്ങൾ US മാറ്റി. US വരുമ്പോൾ പക്ഷേ ഐവറി കോസ്റ്റ് ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനം വന്നു. പകരം എൽ സാൽവഡോർ ആയിരിക്കും. അപ്പോൾ എൽ സാൽവഡോറിനെതിരെയും നൈജീരിയക്കെതിരെയുമായിട്ട് മാർച്ച് മാസത്തിലെ ഫ്രണ്ട്ലി മത്സരങ്ങൾ തങ്ങൾ US വെച്ച് കളിക്കുമെന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചു. ഇപ്പോഴിതാ അതിലും മാറ്റം വരുന്നു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. TYC സ്പോർട്സിന് ജേർണലിസ്റ്റ് ഗാസ് നെഡൂല് പറഞ്ഞത് നൈജീരിയക്ക് ഈ ഒരു ലോജിസ്റ്റിക് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അവർ പിൻവാങ്ങുകയാണ്. പകരം കോസ്റ്റാറിക്ക വരും, അതിനുള്ള ഒരു നെഗോസിയേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം ESPN അർജന്റീന വളരെ കൃത്യമായിട്ട് കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ഇക്കാര്യത്തിൽ വീണ്ടും റിപ്പോർട്ടിട്ടു. ഫെർണാണ്ടോ പലോമോ ESPN അർജന്റീനയുടെ ജേർണലിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് പിൻവാങ്ങിക്കഴിഞ്ഞു, നൈജീരിയ കളിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. പകരം ആ സ്ഥാനത്ത് കോസ്റ്റാറിക്ക കളിക്കും. ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടുന്നത് എങ്ങനെയാണ്: അർജന്റീനയുടെ ലോസ് ഏഞ്ചലസിലെ എതിരാളികൾ, ഫിഫ ഡേറ്റിലെ ലോസ് ഏഞ്ചലസിൽ കളിക്കാനുള്ള മത്സരത്തിൻ്റെ എതിരാളികൾ കോസ്റ്റാറിക്കയായിരിക്കും. നൈജീരിയക്ക് ലോജിസ്റ്റിക്കൽ പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് അവർക്ക് ഈ മത്സരം കളിക്കാൻ കഴിയില്ല എന്നിപ്പോൾ കൺഫേംഡ് ആയ രൂപത്തിൽ തന്നെ ESPN അർജന്റീന റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ ആദ്യ മത്സരം എൽ സാൽവഡോറിനെതിരെ മാർച്ച് 22 ഫിലാഡൽഫിയയിൽ നടക്കും. രണ്ടാമത്തെ മത്സരം മാർച്ച് 26 കോസ്റ്റാറിക്കെതിരെ ലോസ് ഏഞ്ചലസിൽ നടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് സ്കലോനി ഒട്ടും ആഗ്രഹിച്ചതല്ല. സ്കലോനി വമ്പന്മാർക്കെതിരെ മാർച്ച് മാസത്തിൽ കളിക്കണം എന്നാണ് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത്. പക്ഷേ അർജന്റീനക്ക് 2 ആഫ്രിക്കൻ വമ്പന്മാരെ ലഭിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ആ 2 ടീമുകളും പിൻവാങ്ങിയ സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.